ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുറത്ത് നല്ല മഴയും തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോഴത്തേനും നല്ല ക്ഷീണമായിരുന്നു. രാവിലെ എണീറ്റ് പോയതിൻ്റെയൊക്കെ നല്ല ക്ഷീണം എൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ കുറേ ഓണപ്പാട്ടൊക്കെ കുറേ പ്രാവശ്യം ഞങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് ഉള്ള ഓണം സോങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ പാടി നോക്കി. അങ്ങനെ ആ ഒരു ക്ഷീണത്തിൽ വന്നിട്ടൊന്നും ഞാൻ ഉറങ്ങിയില്ല. എന്നും ഉറങ്ങുന്ന ടൈം ആയപ്പോൾ രാത്രി ഉറങ്ങി രാവിലെ എണീറ്റ് എത്ര മണിയായെന്നറിയോ? 10 മണിയായപ്പോഴാണ് എണീറ്റ്. എനിക്ക് ഇനിയും ഉറങ്ങാൻ പറ്റിയാണ്. ബട്ട് ഞാൻ വിചാരിച്ചു ഇത്ര ഉറക്കം മതി എന്ന് വിചാരിച്ച് ഞാൻ എണീറ്റ് പോകുന്നതാണ് കേട്ടോ. ഇതായി ഞാൻ കുറേ നേരം എണീറ്റ് വന്നിട്ട് ഫോൺ കണ്ടു. കുറേ നേരം എണീറ്റ് ഞാൻ കുറച്ച് നേരം കിളി പോയതുപോലെ അങ്ങ് ഇരിക്കും. അത് കഴിഞ്ഞ് ഞാൻ അത്തപ്പൂ ഇടാനുള്ള കാര്യം തന്നെ ഓർത്ത്. നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. അതുകൊണ്ട് തന്നെ പൂവും എല്ലാം ഇങ്ങനെ നനഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇട്ടപ്പോഴൊക്കെ. പിന്നെ ഒരു വിധത്തിൽ തപ്പിക്കൂട്ടി ഇട്ടതാണ് ഇതെല്ലാം. കുറച്ച് റോഡിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ പറിച്ചു. പിന്നെ കുറച്ച് വീട്ടിൽ നിന്നും എടുത്തു കേട്ടോ പൂവും ഇലയും എല്ലാം വെച്ചിട്ട് കാടും മടലും എല്ലാം വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ അത്തപ്പൂ ഒന്നത്തെ സെറ്റാക്കിയിട്ടുള്ളത്. അത്തവും ചിത്തിരയും നമുക്ക് ഇടാൻ പറ്റില്ല. അന്ന് സ്കൂളുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പാടാണ് രാവിലെ ഒരുങ്ങിയിട്ട് പിന്നെ ഇടാനിരിക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ദിവസം ചോതിയിലാണ് നമ്മളിതാ അത്തപ്പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. ഈ ഇലയൊക്കെ ഞങ്ങളുടെ സ്കൂളിലേക്ക് വലിയൊരു ഇപ്രാവശ്യം എല്ലാ ക്ലാസ്സിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരു വലിയൊരു അത്തപ്പൂക്കളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് കുറേയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.